നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല, നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണു? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പണിയാം. എന്റെ അച്ഛനോട് സ്നേഹത്തിൽ നിന്നാ എന്ത് കാര്യവും സാധിക്കാം. ആ, പണിസാധനമൊക്കെ ആയല്ലോ. ഇനി എന്തെങ്കിലും വേണോ? മതി, ധാരാളം മതി. എന്നാ ഞാൻ വരട്ടെ. ഓ, ആ, ഇരിക്കൂ, ഇരുന്ന് പണിതോളൂ. ഉണ്ണി, വരൂ. അത് മേനോൻ സാറിന്റെ വീടാ. അച്ഛന്റെ സ്നേഹിത മേനോൻ സാറ്. ഉണ്ണിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരുമില്ലേ? ആ, വാരിക്കോ വാരിക്കോ. ഞങ്ങളുടെ ഭാഷ വേറെ ഒറ്റ കുഞ്ഞിന് പറയാൻ പറ്റുമോ? അതാ ഞങ്ങളുടെ ഭാഷയുടെ ഗുണം. ഓ, ആ, അങ്കിളില്ലേ? അച്ഛന് നേരത്തെ സ്റ്റേഷനിൽ പോയി. ചേച്ചിയോ? ചേച്ചി, നിർമ്മൽ വന്നിരിക്കുന്നു. മാർച്ചിലല്ലേ സിന്ധുവിന്റെ NCC ക്യാമ്പ്? നിർമ്മൽ ക്യാമ്പിൽ പോകുന്നില്ലേ? പിന്നെ പോകാതെ, ക്യാമ്പിന് പോകാൻ വേണ്ടിയല്ലേ NCC ചേരുന്നത് തന്നെ. പിന്നെന്താ സാറ് പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. അവിടെ പുതിയൊരു പണിക്കാരൻ താമസിക്കുന്നുണ്ട്. ഓ, അതായിരുന്നല്ലേ ഇന്നലെ രാത്രി ഇവിടെ വെളിച്ചം കണ്ടത്. സിന്ധു, നിർമ്മലിന് ചായ കൊടുക്കുന്നില്ലേ? ആ, എന്താ ചായ തരാത്തേന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ആ, പിന്നെ 1 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതും വേണം. ആ, അതൊക്കെ തീർന്നു. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഷോ, ഓർത്താ ഞാൻ വന്നത് തന്നെ. ഇരിക്കെ, ഉള്ളതൊക്കെ കൊണ്ടുവരാം. എത്രയും പ്രിയപ്പെട്ട അമ്മൂട്ടിക്ക് അമ്മൂട്ടിയുടെ ഭാഗ്യം കൊണ്ടാവും വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈ വലിയ നഗരത്തിലെ ഒരു വലിയ സ്വർണ്ണക്കടയിൽ ജോലി കിട്ടിയത്. മുതലാളി നല്ല ആളാണ്. ഒറ്റയ്ക്കൊരു വീട്ടിലാണ് ഞാനിരുന്ന് പണിയുന്നതും താമസിക്കുന്നതും. എനിക്കിവിടെ ഒരു വിഷമമേ ഉള്ളൂ, അമ്മൂട്ടിയെ കാണാത്ത വിഷമം. ഭാർഗവേട്ടൻ ഇപ്പോഴും കെട്ടണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല അമ്മൂട്ടി, അമ്മൂട്ടി ആരും കെട്ടില്ല. കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കെട്ടുന്നവനെ ഞാൻ കൊല്ലും. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ. അതിനു മുമ്പ് ഇനി നാട്ടിലേക്ക് വരില്ല. ലീലേച്ചിയെ കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹം കാണില്ലായിരിക്കും. കെട്ടിച്ചയച്ച പണം പോകില്ലേ? ലീലേച്ചിയോട് എൻ്റെ വിശേഷം പ്രത്യേകം പറയണം.
അമ്മൂട്ടിക്ക് സുഖമാണെന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു. അമ്മുവിന്റെ തട്ടാക്കുട്ടി. ലീലേച്ചിയെ അയ്യോ, എന്താ പെണ്ണെ കിതയ്ക്കുന്നത്? ഓടിയിട്ടാ. വലിയ പട്ടണത്തിൽ വലിയ സ്വർണ്ണക്കടയിൽ തട്ടാക്കുട്ടിക്കൊരു ജോലി. ഉണ്ണിക്ക് ജോലി കിട്ടിയോ? ലീലേച്ചി കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹമില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോവില്ലേ? എവിടെടി മോളെ കത്ത്? കാണട്ടെ. കത്തേ എനിക്കുള്ളതാ. നിനക്കുള്ള ഭാഗം ഞാൻ വായിക്കില്ല. എന്നാലും എനിക്ക് നാണാവും. താ മോളെ. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും, അമ്മൂട്ടിയെ കെട്ടാൻ. എന്താ തട്ടാര്, മോൻ നാട് വിട്ട് പോയിട്ട് വല്ല വിവരമുണ്ടോ? നാട് വിട്ടു പോയവരൊക്കെ അന്വേഷിക്കാൻ ആർക്കാ സമയം? എന്നാലും തട്ടാരുടെ മോനല്ലേ? ഓ മോൻ, പട്ടിക്കുമില്ലേ മക്കള്? എടോ, കാശിന് പ്രയോജനമില്ലാത്തങ്ങളൊക്കെ മക്കളായിട്ട് ആരാ കൂട്ടുന്നേ? അവൻ തന്റെ തോപ്പിച്ച് പോയല്ലേ, ഇപ്പൊ അനുഭവിച്ചു കാണും. പാട്ടിന് കിടന്ന് ചത്ത് കാണും. തട്ടാരുടെ മോളെ കല്യാണമൊന്നും ആയില്ലേ? വരുന്നവർക്കൊക്കെ പെണ്ണിനല്ല വേണ്ടത്, പണമാ. ഒറ്റ മോളല്ലേ തട്ടാർക്കുള്ളൂ, കുറച്ച് കാശ് കൊടുത്ത് കെട്ടിച്ചയച്ചാൽ എന്താ? എടോ, ആ ഭാർഗവൻ വന്നില്ലേ? 2 ദിവസമായിട്ട് അയാൾ വന്നില്ല. അവൻ മുങ്ങി നടക്കുകയായിരിക്കും. കഴിഞ്ഞില്ലേടാ ഭാർഗവ? അയ്യോ തട്ടാരാ? എന്താ തട്ടാരെ? നീ എന്താണ് എന്നെ കണ്ടുകൂടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ് അങ്ങനെയല്ല. കൊച്ചിന് വയറിന് തീരെ സുഖമില്ല. അപ്പൊ തിരി മുത്തങ്ങ വറക്കായിരുന്നതാ. മുത്തങ്ങ പറിക്കാതിരിക്കാ. ഇങ്ങോട്ട് വയ്ക്കേ, വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ നോക്കിട്ട് 4 കുറെ ആയി. എനിക്ക് ഇപ്പൊ 1 രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ, തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാം തട്ടാരെ, എന്റെ മെഷീൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട.